അപ്പോൾ ദീൻ എന്ന് പറയുന്നത് എന്തിന്, ദുനിയാവ് എന്ന് പറയുന്നത്, ഇത് രണ്ടും മനസ്സിലാക്കിയാൽ നമ്മുടെ വിഷയത്തിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ലളിതമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് ദുനിയാവ് എന്ന് പറയുന്നത്, അഥവാ ഈ ലോകം. അള്ളാഹുവിന്റെ സാൻമാർഗിക നിയമവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശദാംശങ്ങളെയുമാണ് ദീന് എന്ന് പറയുന്നത്, അഥവാ അള്ളാഹുവിന്റെ സാൻമാർഗിക നിയമം. പ്രവാചകന്മാർ വന്നിട്ടുള്ളത് ഈ ദുനിയാ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനല്ല, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണ്. അപ്പോൾ ദീനും ദുനിയാവും രണ്ട് എന്ന അതിനെക്കുറിച്ച് ആലോചിക്കാം. എന്തൊക്കെയാണ് ദീൻ? ദീൻ എന്ന് പറയുന്നത് എന്തിന് എന്ന് നേരത്തെ പറഞ്ഞു. കാലഘട്ടങ്ങൾക്ക് അതീതമായി, കാലങ്ങളിൽ ഇങ്ങനെ മാറും, കാലവ്യത്യാസങ്ങൾക്കും ദേശഭേദങ്ങൾക്കും അതീതമായി മനുഷ്യ സമൂഹത്തിന് സ്വീകരിക്കാവുന്ന സാൻമാർഗിക നിയമത്തിന്റെ അടിസ്ഥാനങ്ങൾ, അതാണ് ദീൻ. പ്രവാചകൻ മക്കയിൽ ജീവിക്കുമ്പോണ്ടായിരുന്ന കാലാവസ്ഥയല്ല, കാലഘട്ടമല്ല ഇന്നിവിടെ. കാലം മാറി, പരിഷ്കരണങ്ങൾ ഒരുപാട് വന്നു, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ ദീൻ അന്നും ഇന്നും ഒന്നായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അന്നത്തെ ദീൻ ഇന്നത്തേക്ക് ശിക്ഷാതിന്റെ അടിസ്ഥാനം നമുക്ക് തന്നുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ദീനീ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ദീനും ദുനിയാവും തമ്മിലുള്ള ബന്ധം ചെയ്യാൻ വേണ്ടിയിട്ടായി പറയുന്നത്. ദീനീ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നമുക്കൊരു ധാരണയുണ്ട്, എവിടുന്നോ വന്നു ചേരുന്ന ഒരു ധാരണ. അതെന്താണെന്ന് ചോദിച്ചാൽ ദീനെന്ന് പറഞ്ഞ ഒരു മേഖല, അത് പഠിപ്പിക്കാനാണ് റസൂൽ പ്രവാചകന്മാർ വന്നത്. ദുനിയാവ് എന്ന് പറഞ്ഞ ഒരു സംഗതി അത് നമുക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ മേഖലയിൽ ഇസ്ലാമൊന്നും പാടില്ല, നമുക്കം പോലെ അതാണ്. അപ്പോ ഈ മതപരമായ രംഗത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കേണ്ടതുള്ളൂ, ബാക്കി മേഖല നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയില്ല. ഇതാണ് നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു തെറ്റായ ധാരണ. ഈ ധാരണ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒരടിസ്ഥാനവുമില്ല എന്നല്ല, അത് കുഫറും ശിർക്കും കൂടിക്കലരാവുന്ന ചിന്താഗതി കൂടിയാണ്. അതുകൊണ്ട് ഈ വ്യത്യാസം നമ്മൾ തിരിയേണ്ടത്, നമുക്കറിയേണ്ടതുണ്ട്. ദീൻ എന്ന് പറയുന്നത് എന്തിനാണ്? ദീനീ കാര്യങ്ങളെടുത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൊരു ദീനീ കർമ്മമാണ്, തർക്കമില്ല. മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നമസ്കാരം ദീനീ കർമ്മമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ത്തിന്റെ ബാക്കി വിഷയങ്ങളിലൊക്കെ രണ്ടഭിപ്രായമുണ്ടെങ്കിലും അത് ദീനിയായ ഒരു കർമ്മമാണ്. അപ്പോ നമസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നമസ്കരിക്കുന്നവനായിട്ട് എന്നെ നിങ്ങൾ എങ്ങനെ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അത് തോന്നിയ പോലെ പറ്റില്ല. നമസ്കാരം ദീനീ കർമ്മമാണ്. എന്നാൽ പിന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിക്കേണ്ടതൊക്കെയും. പക്ഷെ ഒരു മേഖല നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമസ്കാരത്തിന് ഒതു ചെയ്യണം. നമ്മളിപ്പോൾ ഒതു ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയുടെ മുമ്പിൽ ഉണ്ടാക്കിയ ഹൗസ്, ടാപ്പുകൾ, മറ്റു സൗകര്യങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതൊന്നുമില്ല. ഒതു എങ്ങനെയാ ചെയ്യേണ്ടത്? അത് പ്രവാചകൻ പഠിപ്പിച്ചു. മുഖം കഴുകണം, കൈ കഴുകണം, അങ്ങനെ കഴുകേണ്ടതും ചെയ്യേണ്ടതൊക്കെ പഠിപ്പിച്ചു. പക്ഷേ സ്വീകരിക്കാവുന്ന വെള്ളം സംഭരിക്കേണ്ടുന്ന ഈ രീതി അതിനെക്കുറിച്ച് പറഞ്ഞില്ല. കാരണം അത് ഒതു ചെയ്യലിന്റെ ദുനിയാവിന്റെ കാര്യമാണ്. അത് റസൂലുള്ളാഹിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. മദീനയുടെയോ മക്കയുടെയോ കാലാവസ്ഥയും കാര്യങ്ങളും ഇവിടത്തെ കാലവും, അതുകൊണ്ട് അത് പഠിപ്പിച്ചാൽ നമ്മൾ കുടുങ്ങും. അങ്ങനെ അതുകൊണ്ട് പഠിപ്പിച്ചില്ല. ഒതു ചെയ്യലിന്റെ ദീന് പഠിപ്പിച്ചു. അതുമായി ബന്ധപ്പെടുന്ന ദുനിയാവിന്റെ പ്രാപഞ്ചിക നിയമവുമായി ബന്ധപ്പെട്ട വശങ്ങൾ നമുക്ക് വിട്ടുതന്നു. ഒതുവിന്റെ കാര്യം കൊണ്ട് നമസ്കാരം, അതിൽ നിസ്കാരത്തിലേക്ക് ആളുകൾ പള്ളിയിലേക്ക് വരണം. അപ്പൊ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കേട്ടിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ബാങ്ക് ഒരുപാട് ആളുകളെ കേൾപ്പിക്കണം. എന്താ രീതി? നമ്മളൊരു കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് ബാങ്ക് കൊടുക്കാറാണോ? അല്ല, നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് മൈക്ക് ഉപയോഗിച്ചിട്ട് ബാങ്ക് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരുടെ നാട്ടിൽ ഉയർന്ന സ്ഥലത്ത് നിന്നിട്ട് ബാങ്ക് കൊടുക്കലാണ്. അപ്പോഴാണ് ബാങ്ക് കൊടുക്കുമ്പോൾ 3 സൈഡിലേക്ക് തിരിച്ചിലൊക്കെ ഉണ്ടായത്. ഇപ്പോഴും മൈക്ക് മുമ്പിൽ വെച്ചിട്ട് മിക്ക സമയത്തും ഈ സൈഡിക്കോ അപ്പുറത്തൊക്കെ തിരിഞ്ഞാൽ ആ അന്ന് തിരിഞ്ഞതിന്റെ ഉദ്ദേശം അതൊന്നും നടക്കൂല. ഞാൻ പറയുന്നത് കാലോചിതമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ പോലും മാറ്റൽ വേണ്ടി വരുമെന്നതാണ്. ഇപ്പൊ അങ്ങനെ തിരിക്കുകയാണെങ്കിൽ തിരിക്കേണ്ടത് മൈക്കിന്റെ ഓണാണ്. എന്നാലേ 4 സൈഡിലും കേൾക്കുള്ളൂ. നീ ഓണം തിരിക്കണം എന്ന് പറയല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ സംഭവം ഇങ്ങനെ ഒരു വശം ഇതിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ബാങ്കിന്റെ ദീന് പഠിപ്പിച്ചു. ഇന്ന ലഫ്ളുകളാണ് ആളുകളെ കേൾപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ പറ്റില്ല. അത് വളരെ നിർമ്മിതമാണ്. അത് തന്നെ കേൾപ്പിക്കണം. അത് കേൾപ്പിക്കാൻ എന്ത് രീതി സ്വീകരിക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ദൂരത്തെ ആളുകളെ നിശ്ചയിച്ചിട്ട് അവർക്ക് ബാങ്ക് കൊടുക്കാം. അവർക്ക് കൂട്ട ബാങ്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യമാണ്. അതിന്റെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് കേൾപ്പിക്കുന്നതിന്റെ രീതി മാറും. അതുകൊണ്ടാണല്ലോ മൈക്ക് ഉണ്ടായപ്പോൾ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ 2 അഭിപ്രായം ഉണ്ടായി. ഒരു സംഘടന ഉണ്ടായി, കേരളത്തിൽ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. മൈക്ക് ഉപയോഗിച്ചിട്ട് മൈക്കിൽ ഖുത്ബ പറഞ്ഞാൽ കേൾക്കുന്നത് ഹത്തീബിന്റെ ശബ്ദമല്ല, മൈക്കിന്റെ ശബ്ദമാണ്. 40 ആളുകളെ മൈക്കിന്റെ ശബ്ദം കേൾപ്പിക്കണം. അതുകൊണ്ട് മൈക്ക് ഉപയോഗിച്ച് ഖുത്ബ പറഞ്ഞാൽ ശരിയാവില്ല.
സംഗതി എന്താണെന്ന് ചോദിച്ചാൽ മൈക്ക് വേണ്ട എന്ന് പറയുന്ന ഈ സംഘടനക്ക് മൈക്ക് വേണ്ട എന്ന് പറയണമെങ്കിലും മൈക്ക് വേണ്ടി വന്നു എന്നതുകൊണ്ട് ആ പാർട്ടി പൊളിഞ്ഞു എന്നുള്ളതാണ് സംഗതി. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും കാണാം അങ്ങനെ ഒരു ഗ്രൂപ്പ്. കുറച്ച് സ്ഥലത്ത് ഒരു പള്ളിയുണ്ട് അവർക്ക് 3 തട്ടിൽ, അവിടെ മൈക്കില്ല. ഇവിടുന്ന് അടിയിൽ ഇമാം വലിയ പള്ളി നദാപുരം പള്ളി നിങ്ങൾ കേട്ടിരിക്കും. നാദാപുരം മസ്ജിദ് എന്ന് പറയുന്ന പഴയ മറ്റേ മാപ്പിളപ്പാട്ടിലൊക്കെ കേട്ടിട്ടുള്ള ആ പള്ളിയിൽ ഈ ഗ്രൂപ്പിന്റെ കയ്യിൽ ആ പള്ളി അടിയിൽ ബാങ്ക് കൊടുക്കുന്നതിന് ഇമാമ് അള്ളാഹു അക്ബർ പറഞ്ഞ 2ാമത്തെ തട്ടിൽ വേറെ അള്ളാഹു അക്ബർ, 3ാം തട്ടില് അള്ളാഹു അക്ബർ എത്തുമ്പോഴേക്ക് ഇമാമ് അവർക്ക് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയിലേക്കുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ സമുദായം എത്തിയതുകൊണ്ടാണ് ഇത് ദുനിയാൻ കാര്യമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ ബാങ്ക് ഇന്ന ലഫ്ള് ആളുകളെ കേൾപ്പിക്കണം, അത് ദീനാണ്. അതെങ്ങനെ ഏത് രീതി സ്വീകരിക്കാം? അത് ദുനിയാവാണ്. അപ്പൊ നമുക്ക് ബാങ്കിൽ ഒതു ഉണ്ടാക്കുന്നതിൽ ദുനിയാവിന്റെ ഒരു വശമുണ്ട്, ബാങ്ക് കൊടുക്കുന്നതിൽ ഒതുവിന്റെ ഒരു വശമുണ്ട്. ഇതിനേക്കാളും വ്യക്തമാകുന്ന കാര്യമാണ് ഈ തഹജ്ജുദ് നിസ്കാരം, അല്ലെങ്കിൽ വേണ്ട പള്ളി നിർമ്മാണം. പള്ളി നിർമ്മാണം ദീനീ സംരംഭമാണ്. പള്ളി നിർമ്മിക്കാം, അള്ളാന്റെ പള്ളി ഭവനം. അതിനെക്കുറിച്ചൊക്കെ ഹദീസിലും ഖുർആനിലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്നാൽ പിന്നെ റസൂലുള്ള നിർമ്മിച്ചത് മാതിരിയാണോ നമ്മുടെ പള്ളി? ഒരിക്കലുമല്ല. റസൂലുള്ളാന്റെ പള്ളി ഈ ഈത്തപ്പന തണ്ടുകൾ നാട്ടി നിർത്തി ഈത്തപ്പന ഓലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കി അവർ ഓല ഷെഡ്. അതാണ് റസൂലുള്ളാന്റെ പള്ളി. അത് ദീനല്ലേ പള്ളി നിർമ്മാണം? റസൂലുള്ള പഠിപ്പിച്ചതനുസരിച്ച് തന്നെ പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പോ കുടുങ്ങി പോകും ഈ ഈത്തപ്പനപ്പട്ടയും അന്വേഷിച്ച് ചേർന്നിട്ട്. പക്ഷേ പള്ളി ഉണ്ടാക്കലിന്റെ ദീൻ അതല്ല. പള്ളി നിർമ്മാണത്തിന്റെ ദീന് കിബില ഇന്ന രീതിയിലാകണം. തോന്നിയ മാതിരി ഒരു കെട്ടിടമുണ്ടാക്കിയാൽ പോരാ. പള്ളിക്ക് കിബിലയാണ് പ്രശ്നം, അതാണ് അതിന്റെ ദീൻ. അതുകൊണ്ട് കിബില കഅബയുടെയാകണം, ഇതാണ് അതിന്റെ ദീൻ. അത് റസൂലുള്ള പഠിപ്പിച്ചു. അന്നും ഇന്നും എന്നും ആ കിബില അങ്ങനെ തന്നെയാകണം. പക്ഷേ കിബില അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓല ഷെഡ് കെട്ടാം. കിബില അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാം, മാർച്ചിന്റെ ബിൽഡിങ്ങുകളാകാം, മോരിട്ടതാകാം, എന്തുമാകാം. ഒരു സ്ഥലം വെറുതെ നിശ്ചയിച്ചു. ഇതാണ് ഞങ്ങളുടെ പള്ളി. നേരെ ഒരു കെട്ടിടവുമില്ല. കിബില ഈ പറഞ്ഞതുപോലെ എങ്കിലതും പള്ളിയാണ്. പള്ളിയെ ബഹുമാനിക്കുന്നത് പോലെ ആ സ്ഥലത്തെ ബഹുമാനിക്കേണ്ടി വരും. ഒക്കെ ഇതുപോലെയാണ് ഞാൻ പറയുന്നത്. പള്ളി നിർമ്മാണത്തിന്റെ ദീന് റസൂലുള്ള പഠിപ്പിച്ചു, ദുനിയാവ് നമുക്ക് വിട്ടുതന്നു. അപ്പോ റസൂലുള്ളാന്റെ പള്ളി പോലെയല്ല നമ്മുടെ പള്ളി. പക്ഷേ പള്ളിക്ക് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ട്, പള്ളി നിർമ്മാണത്തിന് തീരുമാനിച്ചിട്ട് വേണ്ടിവരുന്ന വിഭവങ്ങൾ ശേഖരിക്കുമ്പോൾ അതൊക്കെ ദീനാണ്. റസൂലിന്റെ കാലത്ത് പള്ളിക്ക് സാധനം ശേഖരിക്കാൻ വേണ്ടി വഴങ്ങു വെച്ചു എന്ന് സങ്കല്പിക്കാം. ഇന്നിപ്പോ ആളുകളുടെ കാശിന്ന് പോക്കറ്റിൽ നിന്ന് കാശിന് ഇറങ്ങണമെങ്കിൽ ഒരു വശത്ത് ദീനിനെ ഇങ്ങനെ മുക്കണം. പണ്ട് കാലത്ത് ഈ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ കൗമിന്റെ മാതിരി റസൂലുള്ളാന്റെ കാലത്ത് പള്ളി നിർമ്മാണത്തിന് ധനം ശേഖരിക്കാൻ വേണ്ടിയിട്ട് വഴങ്ങു വെച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറയും നമ്മുടെ ഈ ദീനീ സംരംഭത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഈത്തപ്പനപ്പട്ടയും ഈത്തപ്പന തണ്ടും മോലിയും ഒക്കെ സംഭാവന ചെയ്യണം. അന്ന് അതാ ദീന്. ഇന്നൊരു ചാക്ക സിമന്റ്, ഇത്തരത്തോട് കല്ല്, മണല്, കമ്പി എന്നിട്ട് അതുകൊണ്ട് ദീനല്ലാന്ന് നമ്മൾ പറയില്ല. ഞാനിത് വെച്ചിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദീനീയായ ഒരടിസ്ഥാന തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ കൂടിയാലോചിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളും ദീനീ പ്രാബല്യമുള്ളതാണ്. അന്ന് ദീനീ പ്രാബല്യമുണ്ടായി ഈത്തപ്പനപ്പട്ടക്ക്, ഇന്ന് ദീനീ പ്രാബല്യമുണ്ടാകുന്ന സിമന്റിന്റെ ചാക്കിന്. എന്തുകൊണ്ട്? കിബില ഇന്ന രീതിയിലാകണം എന്ന അടിസ്ഥാനം അംഗീകരിച്ചുകൊണ്ട് അതിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി കൂടിയാലോചിച്ച് നമ്മൾ കണ്ടെത്തിയതാണ്. അതിലാണ് കൂടിയാലോചന. അംറുഹും ശൂറാ ബൈനഹും വശാവിറുഹും ഫിൽ അംർ എന്നൊക്കെ പറഞ്ഞത് 5 നേരത്തെ സംസ്കാരം കൂടിയാലോചിച്ചിട്ട് 3-ാമല്ല. കൂടിയാലോചന ഈ വക കാര്യത്തിലാണ്. അപ്പോ ഏത് മേഖലയിലും ഒരു അടിസ്ഥാനം അല്ലാഹുവിൽ നിന്ന് കിട്ടിയോ ആ അടിസ്ഥാനത്തിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി കൂടിയാലോചിച്ച് കണ്ടെത്തുന്ന രീതി ദീനീ പ്രാബല്യമുള്ളതാണ്.